ഹായ് ചങ്ങന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. അപ്പോൾ കുറേ ആയല്ലേ നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ട്. എന്താ പറയുക, ഒരുപാടായി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ഒരു 30 ദിവസം എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായിരുന്നു നമ്മൾ വീഡിയോ ചെയ്യാത്തതിൻ്റെ കാരണം, അത് ഞാനൊരു ചെറിയൊരു റീല് യൂട്യൂബിൽ ഇട്ടായിരുന്നു. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നില്ല. അതൊരു ക്യാമറ പ്രശ്നം കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു റീല് ഞാൻ ഇട്ടായിരുന്നു. ഇനി അതൊക്കെ റെഡി ആയിട്ട് വീഡിയോ വരുള്ളൂ എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേരാണ് നമുക്ക് വിളിക്കുകയും മെസ്സേജ് അയക്കുകയും അതുപോലെ തന്നെ നേരിൽ കാണുമ്പോഴൊക്കെ നമ്മളുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തിരുന്നത്. അതിൽ കുറേ പേരൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വരെ വിളിച്ചവർ മെസ്സേജ് അയച്ചവർ ചോദിച്ചിരുന്നത് ക്യാമറൻ്റെ വിഷയം തന്നെ അല്ലേ, വേറെ എന്തെങ്കിലും വിഷയം ഉണ്ടോ? കാരണം നമ്മൾ ഈ ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന മുമ്പ് നമ്മൾക്ക് അഡ്മിറ്റ് കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ടാവാം ആളുകൾക്ക് അങ്ങനെ ഒരു തോന്നിയിട്ടുണ്ടാവാം. എന്തായാലും വേറെ ഒരു വിഷയമായിരുന്നില്ല. നമ്മളുടെ മെയിനായിട്ടുള്ള വിഷയം ഈ ക്യാമറൻ്റെ തന്നെ ആയിരുന്നു. പക്ഷേങ്കിൽ ക്യാമറൻ്റെ വിഷയത്തോടൊപ്പം തന്നെ നമ്മൾക്ക് വേറൊരു വിഷയം വന്നു. ക്യാമറ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഡിലേ ആവുകയാണ്. അതിന് സമയം അങ്ങോട്ട് തള്ളി പോവുകയാണ്. അതിന് ഒരു പ്രധാനപ്പെട്ട വിഷയം ഉണ്ടായിരുന്നു. ആ വിഷയം ഞാൻ അടുത്തൊരു വീഡിയോയിലൊക്കെ ആയിട്ട് പറയാം. എല്ലാം ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല. എന്താ പറയുക, ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മളൊരു ക്യാമറ വാങ്ങിയിട്ടുണ്ട്. ആ ഒരു ക്യാമറ നിങ്ങളെ പരിചയപ്പെടുത്താമെന്നും ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണെന്നും ഒക്കെ ഒന്ന് പറയാം എന്ന് കരുതിയിട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന സുഹൃത്തുക്കളൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഞാൻ പോയിട്ടില്ലട്ടോ എടുക്കും, ഇവിടെ ഉണ്ട്. ഇത് നമ്മളുടെ നിലവിലെ പ്രേക്ഷകരോടാണ് പറയുന്നത്. ഇവിടെ തന്നെ ഉണ്ട്. പക്ഷേങ്കിൽ നമ്മളീ പറഞ്ഞില്ല, ഇതൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കഷ്ടപ്പെട്ടു. എന്തായാലും കുഴപ്പമില്ല, സാധനം കജ്ജി കിട്ടിയിരിക്കുന്നു. ക്യാമറ നമ്മൾ വാങ്ങിയിട്ടുള്ളത് DJയുടെ ഓസ്മോ ആക്ഷൻ 5 Pro എന്ന് പറയുന്ന ക്യാമറ ആയിരുന്നു. തലയിരിച്ച പിടിച്ച് ക്യാമറ എന്താ. അപ്പോൾ ഈ ഒരു സാധനത്തിന് റേറ്റ് വരുന്നത്, റേറ്റൊക്കെ എല്ലാവരും അൺബോക്സ് ചെയ്യുന്നവരൊക്കെ ലാസ്റ്റിക് വെക്കുന്ന സംഭവമാണ്. ഇത് 45,000 രൂപയാണ് വരുന്നത് ഇതിൻ്റെ വില. ഇത് അഡ്വഞ്ചർ കോംബോ ആണ്. അപ്പോൾ ഈ ഒരു കിറ്റിനകത്ത് നമുക്ക് 3 ബാറ്ററി, അതുപോലെ തന്നെ അതിൻ്റെ മൾട്ടി ചാർജർ, പിന്നെ ഇതിൻ്റെ ഒരു ഓരോന്നോരോന്ന് കാണിച്ചു തരല്ലേ, അങ്ങനെയാണല്ലോ ഇതിൻ്റെ ഒരു പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഓപ്പൺ ആക്കിയതാണ്. ഇന്നലെ ബാറ്ററി കാര്യമൊക്കെ കുത്തിയേക്കണം. അതുകൊണ്ട് വേണ്ടിയിട്ട് ഒക്കെ ഓപ്പൺ ആക്കി ഇതിൻ്റെ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നമ്മുടെ രീതിക്ക് ആക്കി വെക്കണമല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു 2 ബോക്സ് വരുന്നുണ്ട്. ആദ്യം തന്നെ ഒരാൾ മാറ്റി വയ്ക്കാം. പിന്നെ ഇതിനകത്ത് വരുന്നതാണ് എന്താ ഒരു സെൽഫി സ്റ്റാൻഡാണെന്ന് തോന്നുന്നു അല്ലേ. ഇത് പക്ഷേ ഞാൻ ഇന്നലെ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല, കാരണം അത് നോക്കണ്ടൊക്കെ തോന്നി. അത്യാവശ്യം നീളമുണ്ടല്ലോ. അത്യാവശ്യം നീളമുള്ളൊരു സെൽഫി കിറ്റ് അതിനകത്തുണ്ട്. ഇതെന്താ നമുക്ക് വീഡിയോ എടുക്കാൻ ഏറെ ഉപകാരപ്പെടുന്നൊരു സാധനമാണ്. അപ്പോൾ അത് പിന്നെ ഇതിനകത്ത് ഇങ്ങനത്തെ ഒരു ബോക്സിൽ വരുന്നത് ഇതിൻ്റെ കുറച്ച് ടൂൾസാണ്. അതായത് ഇതിൻ്റെ ചാർജർ കേബിള്, അതുപോലെ തന്നെ മൗണ്ട്, പിന്നെ ബൈക്കിൽ വയ്ക്കാനുള്ളത്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അതായത് ഹെൽമെറ്റിലൊക്കെ വയ്ക്കാനുള്ള, ക്യാമറ വയ്ക്കാനുള്ള ക്ലാമ്പ് കാര്യങ്ങൾ ഒക്കെയാണ് ഒരു ബോക്സിനകത്ത് വരുന്നത്. പിന്നെ ഞാൻ അടുത്ത ബോക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്തായിരിക്കും നമ്മുടെ ചെക്കൻ ഉണ്ടാവുക. ഇതിനകത്ത് നല്ലൊരു അടിപൊളി കവറുണ്ട്. ഇത് ഗോപ്രോയ്ക്കൊന്നും ഇങ്ങനത്തെ ഒരു അത്ര നല്ലൊരു കവറ് ഉണ്ട്. പക്ഷേങ്കിൽ അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കുമ്പോഴേക്കും അതിനൊരു 700 രൂപ ആ ഒരു റേഞ്ചിക്ക് വരുന്നുണ്ട്. പക്ഷേങ്കിൽ അതിന് വലിയ ക്വാളിറ്റിയും ഇല്ല. പക്ഷെ ഇതുപോലെ അല്ല കവർ. ആ കവറിൻ്റെ യൂസിങ് വേറെ സംഭവമാണ്, ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇതാണ് നമ്മുടെ ക്യാമറ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഗോപ്രോ പോലെ തന്നെ വളരെ ഒരു കുഞ്ഞൻ ക്യാമറയാണ്. ഇതിൻ്റെയൊക്കെ എന്താ പറയുക, അൺബോക്സിങ് വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടവരുണ്ടാവും. കാണാത്തവർക്ക് വേണ്ടി നമ്മളൊരു ക്യാമറ വാങ്ങിയതല്ല. അപ്പോൾ പിന്നെ നമ്മൾ കാണിക്കാമെന്ന് കരുതി. ഇതാണ് അപ്പോൾ നമ്മളുടെ ക്യാമറ കേട്ടോ. ഈ ഒരു ചെറിയൊരു സാധനം ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ വലിപ്പം ആകെ ഇത്ര ഉള്ളൂ. നമ്മളുടെ ഈ വിരലിൻ്റെ ഇത്ര ഉള്ളൂ ഇതിൻ്റെ വീതി. ഇതിൻ്റെ നീളം നോക്കുകയാണെങ്കിൽ ഒരു വിരൽ മുഴുവനാവും, അത്രേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ലെൻസ് കാര്യങ്ങളൊക്കെ വലുതാണ്, അടിപൊളിയാണ്. ഞാൻ ഈ ഒരു ക്യാമറ വാങ്ങിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ, ഇതും ഗോപ്രോയും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒന്ന് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഗതി എനിക്ക് ഇഷ്ടപ്പെട്ടത്, ഇപ്പോൾ ഇതിനിവിടെ സ്റ്റാൻഡ് അതായത് നമുക്കിതിന് ട്രൈപ്പോഡൊക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണുള്ളത്. ഇതൊരു മാഗ്നറ്റിക് ലോക്കാണ്. ഇതിങ്ങനെ വെച്ചിട്ട് ഇതിന് എന്താ പറയുക, ഇങ്ങനെ ലോക്ക് ചെയ്ത് കൊടുത്താൽ അത് ലോക്കായി അപ്പോൾ നമുക്കിനി ഇനിയാണ് നമ്മളുടെ ഈ ഒരു സ്റ്റാൻഡ് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, ഇങ്ങനെ ഇത് സ്ക്രൂ ചെയ്തില്ല, അതുകൊണ്ട് തൽക്കാലം ഊരിയേക്കാം. അപ്പോൾ ഇതുകൊണ്ടുള്ളൊരു ഗുണം എന്താ വെച്ചാൽ, നമ്മളുടെ ഓട്ടോയിലൊക്കെ നമ്മൾ ട്രാവലിംഗ് ആണല്ലോ നമ്മുടെ മെയിനായിട്ടുള്ള
പരിപാടി എന്ന് പറയുന്നത് യാത്ര ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ യാത്രയ്ക്കൊക്കെ ഇത് ഉപകാരപ്പെടും. ഇത് നമ്മൾ വണ്ടിയിൽ ഇതുപോലത്തെ ഒരെണ്ണം വണ്ടിയിലുണ്ട്. അപ്പോൾ ഇത് ഊരിയെടുക്കാനും സുഖമാണ് കേട്ടോ. ഇത് വണ്ടിയിൽ ഒരെണ്ണം ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയിൽ നിന്ന് ഇത് ഊരിയെടുത്ത് ഈ ഒരു സ്റ്റാൻഡിലും തന്നെ ഇതുപോലത്തെ ഒരെണ്ണം ഉണ്ടെങ്കിൽ നേരെ അവമ്മയ്ക്ക് എടുത്ത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. മറ്റേ നമ്മൾ സ്ക്രൂ കഴിച്ചുകൊണ്ട് നിൽക്കണം. ഗോപ്രോക്ക് സ്ക്രൂ കഴിച്ചെടുത്ത് പിന്നെ ഇത് അടുത്ത സ്റ്റാൻഡിലേക്ക് ഫിറ്റ് ചെയ്യേണ്ട ഒരു പണി അവിടെ വരുന്നുണ്ട്. പക്ഷേങ്കിൽ ഇത് അതിനൊക്കെ വളരെ സുഖമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു ട്രാവലിംഗ് ബ്ലോഗറൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് വലിയ സമയം ചിലവാക്കാനുണ്ടാവില്ല. ഓരോ ഷോട്ടും വളരെ പെട്ടെന്നായിരിക്കും നമ്മുടെ മുമ്പിലേക്ക് വരിക. അപ്പോഴൊക്കെ ഈ ഒരു എന്താ പറയുക പരിപാടി വളരെയധികം ഹെൽപ്ഫുള്ളാണ്, സുഖമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി ബാറ്ററി ഇട്ട് നോക്കാം. ഇതിൻ്റെ ഇവിടെ ഒരു അടപ്പുണ്ടായിരുന്നു, അത് ഞാൻ ഊരി വെച്ചതാണ്. ഞാൻ മൈക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. മൈക്ക് കണക്ട് ചെയ്യുമ്പോഴേക്ക് അത് പറ്റില്ല, അപ്പോൾ അത് ഞാൻ ഊരി വെച്ചതാണ്. അതും ഇതിലൊരു സുഖമാണ്. ഈ ഒരു ക്യാമറയ്ക്ക് മൈക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ മൈക്ക് കണക്ട് ചെയ്യാം. ഗോപ്രോയിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തെ ഒരു അഡാപ്റ്റർ, ഒരു തേർഡ് പാർട്ടി അതിൻ്റെ നടുവിൽ നിന്നാലേ നടക്കുകയുള്ളൂ. ഇതുപോലത്തെ ഒരു അഡാപ്റ്റർ വേണം ഗോപ്രോയിൽ മൈക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ. ഇതിന് ഏതാണ്ട് 4000 സംതിങ് രൂപ വില വരുന്നുണ്ട്. ഈ ഒരു സാധനം കുറച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു വർഷമൊക്കെ നമ്മളൊന്ന് യൂസ് ചെയ്യും, മര്യാദയ്ക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു വർഷം ആവേണ്ട, അതിന് മുമ്പ് തന്നെ അത് കംപ്ലൈൻ്റ് ആയിട്ട് പോകും. ഇല്ലാന്നാണെങ്കിൽ ഒരു വർഷമൊക്കെ കിട്ടും. അപ്പോഴേക്ക് ഈ ഒരു സാധനം വാങ്ങിക്കണം. ഇത് വെക്കണമെങ്കിൽ വേറൊരു കേസ് വാങ്ങണം. ആ ഒരു കേസ് ഞാൻ കൊണ്ടുവന്നില്ല കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. കാരണം ഇതിങ്ങനെ തൂങ്ങി കളിച്ച് നിൽക്കാൻ പാടില്ലല്ലോ. ക്യാമറ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തൂങ്ങി കളിച്ച് നിൽക്കാൻ പറയുമ്പോൾ ബോറല്ല. അപ്പോൾ ഇതിനെ ഇവിടെ ഇങ്ങനെ കറക്റ്റ് ഫിറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കേസ് ഉണ്ട്. ആ ഒരു കേസും കൂടി നമ്മൾ വാങ്ങിക്കണം. അപ്പോഴേക്ക് ഇത് 5000 രൂപേൻ്റെ അപ്പുറത്തേക്ക് മൊത്തത്തിൽ ചിലവാകും. പിന്നെ അതിൽ മൈക്ക് കണക്ട് ചെയ്ത് അതിൻ്റെ പുള്ളിയൊക്കെ ആയിട്ട് ആകെപ്പാട് അലമ്പാണ് ക്യാമറ. ഒരു കുഞ്ഞൻ ക്യാമറ, ആ ക്യാമറൻ്റെ ചുറ്റും ഒരുപാട് ഐറ്റംസ്, ഒരുപാട് സാധനങ്ങൾ, വെറുതെ ഭയങ്കര സംഭവമായിട്ടുള്ള പരിപാടിയായി പോയി ഗോപ്രോൻ്റെത്. എനിക്ക് ഈ ഒരു ക്യാമറ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പക്ഷേങ്കിൽ എനിക്ക് ഇതൊക്കെ പാടങ്ങനെ കേട്ടപ്പോഴും ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോഴും എനിക്ക് ഈ DJയുടെ ഈ ഒരു ക്യാമറയാണ് നമ്മളുടെ ആവശ്യത്തിന് ഏറ്റവും നല്ലത് എന്നെനിക്ക് തോന്നി. എന്നാൽ പിന്നെ മൊബൈൽ എടുത്തുകൂടെ എന്ന് ചോദിക്കുന്നവരുണ്ട്. മൊബൈൽ ഉണ്ടാവുന്നതിൻ്റെ കൂടെ തന്നെ ക്യാമറ വേണ്ടി വരും. പ്രത്യേകിച്ച് ട്രാവലിംഗ് വീഡിയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ എന്തായാലും ക്യാമറ ഇല്ലാതെ നടക്കില്ല. അതുപോലെ തന്നെ ക്യാമ്പിംഗ് വീഡിയോ ചെയ്യുകയാണെങ്കിൽ ക്യാമറ ഇല്ലാതെ നടക്കില്ല. മൊബൈലിനെ കൊണ്ടൊന്നും കഴിയില്ല, ഒരു പരിധി ഉണ്ട് അതിനൊക്കെ. പക്ഷേങ്കിൽ ഇത് നമുക്ക് ബാറ്ററി ഉണ്ടെങ്കിൽ നമുക്ക് എത്രയും യൂസ് ചെയ്യാം. ഓർമ്മ അപ്പോൾ ഇങ്ങനത്തെ ഒരു മൾട്ടി ചാർജർ അതിൽ നമുക്ക് ഈ ഒരു കിറ്റിനകത്തുണ്ടാവും. ഇതിൽ നമ്മളുടെ ഇതിൻ്റെ ബാറ്ററി ഉണ്ട്, കണ്ടോ 3 ബാറ്ററിയാണ് ഇതിലുള്ളത്. ഇതിൽ നമുക്കൊരു ബാറ്ററിനെ പൊക്കിയെടുക്കാം. ഓക്കെ, നമുക്കൊന്ന് ഇട്ട് നോക്കാം. ഇത് യൂസിങ്ങൊക്കെ നമ്മുടെ ഏതാണ്ട് ഗോപ്രോൻ്റെ ആ ഒരു ടൈപ്പ് തന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളത്. പക്ഷേങ്കിൽ എനിക്കെന്തോ ഇപ്പം തന്നെ ഗോപ്രോനേക്കാൾ മുകളിൽ നിൽക്കുന്ന ഒരു ഇതാണ് കിട്ടിയിട്ടുള്ളത്. ഒരൊറ്റ ബട്ടൺ, ഒറ്റ ഞെക്കിയാൽ വളരെ ഫാസ്റ്റായിട്ടാണ് സാധനം ഓണായിട്ട് വരുന്നത്. ഇപ്പോൾ ഓണാണ്, നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഓണാണ്. അങ്ങനെയെങ്കിൽ ക്യാമറ ഓണായിട്ടുണ്ട്. ഇനി നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ഈ ക്യാമറയിലായിരിക്കും. അപ്പോൾ ഇതുവരെ കേട്ട സൗണ്ട് കാര്യങ്ങളും വിഷ്വലൊക്കെ നമ്മൾ ഇത്രയും കാലം കണ്ടിരുന്ന സൗണ്ട് കാര്യങ്ങളൊക്കെ ഈ ഒരു ക്യാമറ ഷൂട്ട് ചെയ്തതായിരുന്നു. ഈ ഒരു ക്യാമറ ഞാൻ വാങ്ങിക്കുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ തുടക്കകാലത്തൊക്കെ അധികം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യുന്നതിന് മുമ്പേ വളരെ ആഗ്രഹിച്ച് വാങ്ങിയൊരു ക്യാമറ ആയിരുന്നു. ഈ ക്യാമറ വാങ്ങുന്നതിന് മുമ്പ് ഞാൻ മൊബൈലായിരുന്നു. അതിന് ശേഷമാണ് പിന്നെ ഞാൻ ഈ ക്യാമറ ഒരു EMI ഇട്ട് വാങ്ങുന്നത്. അങ്ങനെ നോക്കുവാണെങ്കിൽ ഈ ക്യാമറയാണ് ഇവിടെ വരെ ഇന്നെത്തിച്ചിട്ടുള്ളത്. ഏതായാലും അപ്പോൾ നമ്മുടെ ക്യാമറ ഓപ്പൺ ആയിട്ടുണ്ട്, ഓണാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ സ്റ്റാൻഡിനെ ഒന്ന് കൊടുക്കാം. സുഖമാണ്, സിമ്പിൾ പരിപാടിയല്ലേ. അതായി ഇതിന് സ്ക്രൂ ചെയ്യുന്നു, യൂസ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡിലേക്ക് വരുമ്പോഴേക്ക് ക്യാമറ ഈ കോലമായി. ഈ സ്റ്റാൻഡിന് അത്യാവശ്യം വെയിറ്റുള്ള സ്റ്റാൻഡാണ്. പിന്നെ പിടിക്കാനും നമ്മളുടെ ഒരു പാകമുണ്ട്. നമുക്കൊരു വ്ളോഗ് ഇങ്ങനെ ചെയ്യുമ്പോഴേക്ക് നല്ല സുഖമായിട്ടേക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത ഞാൻ ഇന്നലെ രാത്രിയാണ് ശ്രദ്ധിച്ചത്. നൈറ്റ് വിഷ്വലിന് നല്ല ക്വാളിറ്റി ഈ ഒരു ക്യാമറ തരുന്നുണ്ട്. ഗോപ്രോൻ്റെ മാതിരിയല്ല. ഗോപ്രോ പറയുമ്പോൾ കുറച്ച് വെളിച്ചം കുറവായിരിക്കും, പക്ഷേ ഇത് നല്ല വെളിച്ചമുണ്ട്. എടുക്കുന്ന ആ ഒരു നൈറ്റിൽ എടുക്കുമ്പോൾ ഒരു ലൈറ്റ് ഇട്ടാണ്ട് തന്നെ എടുക്കുമ്പോൾ നല്ല ക്ലിയർ കിട്ടുന്നുണ്ട്. പക്ഷേ ഗോപ്രോയിൽ ഞാൻ ക്യാമ്പിംഗ് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോഴേക്ക് ഒരുപാട് ലൈറ്റ് വേണം. അതുപോലെ തന്നെ അത് പിന്നെയും കൊണ്ടുവന്ന് അതിന് ലൈറ്റ് കൂട്ടണം എഡിറ്റിങ്ങിൽ. എനിക്ക് തോന്നുന്നു ഈ ഒരു ക്യാമറ ആണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് തോന്നുന്നുണ്ട്. ഒരുപാട് ലൈറ്റ് എന്തായാലും വേണം, പക്ഷെ എന്നാലും വല്ലാത്തൊരു ഫീലാണ്. പിന്നെ ഇതിൻ്റെ ലെൻസൊക്കെ വലിയ ലെൻസാണ്, ഗോപ്രോൻ്റെ ചെറിയൊരു ലെൻസാണ്. അങ്ങനെയൊക്കെ ഉണ്ട് സംഭവം. ഇതിൽ വേണമെങ്കിൽ മൈക്ക് കണക്ട് ചെയ്യാം കേട്ടോ. മൈക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, വേണമെങ്കിൽ കണക്ട് ചെയ്യാം, ഡയറക്റ്റ് കണക്ട് ചെയ്യാം. ഇതിൻ്റെ ഈ പറഞ്ഞ പോലത്തെ എന്താ പറയുക അഡാപ്റ്റർ കാര്യങ്ങളൊന്നും വേണ്ട.
അതും ഇതിൻ്റെ ഒരു സുഖമാണ്. ഇനി കാണാൻ പോകുന്ന കാഴ്ചകൾ ഇതിലേക്ക്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മളുടെ പുതിയ ക്യാമറയിൽ ഫസ്റ്റത്തെ ഷോട്ട്, അതായത് നമ്മളൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഫസ്റ്റ് ഷോട്ടാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. വാവ്, ബ്യൂട്ടിഫുൾ അല്ലേ. ഞാൻ ഈ ഒരു പാടക്കരയിലേക്ക് വരാനുള്ള കാരണം എന്താ വെച്ചാൽ, ഈ ഒരു വീഡിയോ ചെയ്യുമ്പോഴേക്ക് കുറേ ആയില്ലേ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ക്ലിയറിൽ തന്നെ ചെയ്യാം എന്ന് കരുതിയിട്ടാണ്. അതുപോലെ തന്നെ ഇതിന് മറ്റൊരു പ്രത്യേകത പറയുകയാണെങ്കിൽ ഇതിൽ തന്നെ സ്റ്റോറേജും ഉണ്ട് ഈ ക്യാമറയിൽ. ഗോപ്രോയിൽ പറഞ്ഞാൽ നമ്മൾ അഡീഷണൽ ആയിട്ട് മെമ്മറി കാർഡ് യൂസ് ചെയ്യണം. ഇതിലിപ്പോൾ ഞാൻ മെമ്മറി കാർഡ് ഇട്ടിട്ടില്ല, മെമ്മറി കാർഡ് ഇടാതെയാണ് ഇത് ഞാൻ യൂസ് ചെയ്യുന്നത്. ഗോപ്രോ ഇതാവുകൊണ്ട് ഇവിടെ സ്റ്റാൻഡിൽ വെച്ചേക്കുവാണ്. ഇങ്ങനെയായിരുന്നു നമ്മൾ ഇത്ര നേരം ക്യാമറ എടുത്തത്. നമ്മുടെ സാധനങ്ങളൊക്കെ അവിടെ താഴത്ത് കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങളൊന്ന് കാണിക്കാം എന്ന് കരുതിയുണ്ട്. ഉറുമ്പ് ഇരിക്കുന്നുണ്ട് ഇതിൽ ഫുള്ളായിട്ട്. ഏതായാലും കൊള്ളാം. അപ്പോൾ ഇതിങ്ങനെ സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, മെമ്മറി കാർഡ് ഇല്ലെങ്കിലും 47 GB ക്യാമറയിൽ തന്നെ സ്റ്റോറേജ് ഉണ്ട്. അപ്പോൾ അതും തന്നെ നമ്മൾക്ക് വളരെയധികം ഹെൽപ്പാണ്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളുടെ പുതിയ ക്യാമറ എന്നൊക്കെ നിങ്ങളൊന്ന് പറയും. ഇനി നമ്മളുടെ വീഡിയോകൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അതായത് വേറെ 1-2 വിഷയങ്ങളുണ്ട്. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. നമ്മൾക്ക് യാത്ര പോകുന്നതിലെ തടസ്സം എന്താണ്, വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്തതിൻ്റെ തടസ്സം എന്താ. മാറി നിൽക്കാൻ നമുക്കൊരു മാക്സിമം ഒരു 10 ദിവസമോ 12 ദിവസമൊക്കെ മാറി നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി പറ്റില്ല. എന്തുകൊണ്ടാണ് എന്നുള്ളതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. അടുത്ത വീഡിയോയിൽ പറയുന്നതാണ് അതിനൊരു കളർ കിട്ടുക, മനസ്സിലായില്ലേ. അപ്പോൾ അങ്ങനെ ഏതായാലും കൊള്ളാം എന്ന് കരുതുന്നു ക്യാമറ. അത് ഇപ്പോൾ ഞാൻ ക്യാമറ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കുകയാണ്, നല്ല രീതിയിൽ ഇളക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് തോന്നുന്നുണ്ടോ? ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം സ്റ്റെബിലിറ്റി കാര്യങ്ങളൊക്കെ ഇതിലും പക്കയാണ്. പിന്നെ ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് വരുമ്പോൾ അറിയുള്ളൂ നമ്മൾക്ക്. എന്തായാലും കൊള്ളാമെന്നാണ് എനിക്ക് തോന്നുന്നത്. 3 ബാറ്ററിയാണുള്ളത്. അതിൽ ഇനി 2 ബാറ്ററി ഉണ്ട്. ഈ ഒരു ബാറ്ററി ഫുള്ളാണ്. അങ്ങനെ ഏറെ കഷ്ടപ്പെട്ട് നമ്മൾക്കൊരു ക്യാമറ കിട്ടി അല്ലേ. ആ ഒരു ക്യാമറയിൽ ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് ഈ ഒരു വീഡിയോ എത്തിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. ഞാൻ ഈ പരിപാടി മൊത്തമായിട്ട് നിർത്തിയാലോ എന്ന് വരയ്ക്ക് തോന്നിയതാണ്. അന്ന് ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലൂടെയാണ് ഞാനിതൊക്കെ ചെയ്തു കൂട്ടുന്നത്. അതിന് കണ്ടുള്ള എന്താ പറയുക, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്യുമ്പോഴേക്ക് അതിൻ്റേതായിട്ടുള്ള വ്യൂസ് കാര്യം നമുക്കില്ലെങ്കിലും എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട്. അവർ എന്നെ നിരന്തരമായിട്ട് കോൺടാക്റ്റ് ചെയ്യുന്നു. ഒരു 2 ദിവസം വീഡിയോ വൈകിയാൽ തന്നെ നിങ്ങൾ മെസ്സേജ് അയക്കുന്നു, വിളിക്കുന്നു. അതൊക്കെ കാണുമ്പോഴേക്ക് എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ പോലും ഒരുപാട് പേര് മെസ്സേജ് അയച്ചു. അതിൽ പല ആളുകൾക്കും ഞാനിപ്പോഴും റീപ്ലൈ തരാത്തതുണ്ട്, എനിക്കറിയാം. മനഃപൂർവ്വം തരാതെ നിൽക്കുകയാണ് എന്ന് കരുതരുത്. കുറേ പേർക്കൊക്കെ ഞാൻ റീപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ ഇടയിൽ കൂടെ എനിക്കൊരു ചെറിയ വേറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്ന്. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊക്കെ എന്താണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അത് പ്രശ്നമല്ല, അത് സത്യം പറഞ്ഞാൽ ഒരു സന്തോഷമായിട്ടുള്ള വാർത്തയാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ടുള്ള ഓരോ ചെറിയ അല്ലറ ചില്ലറ കാര്യങ്ങളാണ്. എന്നാലും നമുക്ക് അടുത്ത വീഡിയോയിൽ അത് ഞാൻ പൂർണ്ണമായിട്ട് പറഞ്ഞു തരും. ഇപ്പോൾ തൽക്കാലം ഈ ഒരു വീഡിയോയിൽ നമ്മുടെ ക്യാമറ കിട്ടി നമ്മൾ വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്നുള്ളതൊക്കെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് ഇനി ഡെയിലി ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഒരു ഉറപ്പ് തരില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ എന്തൊക്കെയാണ് ഉറപ്പ് തന്നിട്ടുള്ളത് അതൊന്നും എനിക്ക് കൃത്യമായ രീതിയിൽ പാലിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല ഇതുവരെ. അപ്പോൾ അതുകൊണ്ട് ഉറപ്പല്ല, ഞാൻ ഡെയിലി വീഡിയോ ചെയ്യണമെന്നാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ അത് നടക്കും എന്ന് കരുതണം. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഗോപ്രോയിലും നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്, ഇതിലും ഷൂട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് അത്യാവശ്യമെങ്കിൽ 2 ക്യാമറ യൂസ് ചെയ്യേണ്ട നേരത്ത് നമുക്ക് യൂസ് ചെയ്യാം. നമ്മളുടെ ഈ ഒരു എന്താ പറയുക, യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ഈ ഒരു യാത്രയിൽ നമ്മളുടെ ഫസ്റ്റ് ക്യാമറയാണ്. സെക്കൻഡ് ക്യാമറ എൻ്റെ ഈ കയ്യിലുള്ളതാണ്. ഇതൊന്നും പ്രതീക്ഷിച്ചതല്ല. ഒരു ക്യാമറയും കൂടി വാങ്ങിക്കേണ്ടി വരും, അല്ലെങ്കിൽ വാങ്ങിക്കുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ വാങ്ങേണ്ടി വരും എന്നുള്ളതൊന്നും വാങ്ങിക്കേണ്ടി വരും എനിക്കറിയാമായിരുന്നു. പക്ഷേങ്കിൽ ഇങ്ങനെയാവും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഏതായാലും ഓക്കെയാണ്, സന്തോഷമുണ്ട്. നമ്മൾക്കിനി ഈ ഒരു വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ചെറിയ വീഡിയോകളായിരിക്കും വരിക. ചെറിയ വീഡിയോ പറഞ്ഞാൽ ഒരു 15 മിനിറ്റിനുള്ളിൽ ഒതുങ്ങുന്ന വീഡിയോകളായിരിക്കും. ഡെയിലി വ്ളോഗൊക്കെ ചെയ്യാം എന്നാണ് കരുതുന്നത്. കാരണം ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് ഇവിടുന്ന് മാറി നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത്. അതിൻ്റെ ഇടയിലൂടെ വേറെ ചില്ലറ പദ്ധതികളൊക്കെ മനസ്സിൽ കരുതുന്നുണ്ട്. അതൊക്കെ നടക്കുമെന്നറിയില്ല. ഏതായാലും ഈ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഓക്കെ, ബൈ.